പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രി വചനവും സാക്ഷ്യവും എന്ന ഈ ലൈവ് പ്രോഗ്രാമിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും വേഗമരുതവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ഒരു നല്ല പ്രഭാതം കൂടെ കാണുവാൻ വലുവിനാകുന്ന ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്, കർത്താവിനെ വാഴ്ത്തുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ കർത്താവ് നമ്മളെ അതിശയകരമായി കാത്തു സൂക്ഷിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കാണുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിച്ചു. പ്രഭാതത്തിൽ പ്രാർത്ഥനയോടും വചനധ്യാനത്തോടും കൂടെ നമ്മളായിരിക്കുമ്പോൾ തീർച്ചയായും ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ഇന്ന് പകൽക്കാലം പ്രവർത്തിക്കുവാൻ ഇടയാകും. ഇന്ന് പകൽവേളയിൽ ദൈവം നമ്മളോട് കൂടെ ഇരിക്കും. തീർച്ചയായിട്ടും ദൈവവചനം കേൾക്കുന്ന നമ്മളോടുകൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. ദൈവത്തിൻ്റെ സാന്നിധ്യത്തോടുകൂടെ നമ്മൾ ഇന്ന് പകൽക്കാലം യാത്ര ചെയ്യുകയാണെങ്കിൽ വഴിയിൽ എന്തെല്ലാം ദുർഘടങ്ങളുണ്ടോ അതിനെയെല്ലാം നിരപ്പാക്കി, വഴിയിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ അതിനെയെല്ലാം ചാടിക്കടക്കുവാൻ ദൈവമായ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മളെ സഹായിക്കും. അല്പനിമിഷത്തെ ചിന്തയ്ക്കായി നെറ്റിൻ്റെ അല്പമായ പ്രോബ്ലം ഉണ്ടായി. ഒരിക്കൽ കൂടി ഞാൻ ആ വാക്യം വായിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. ഒരു കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ നിലനിന്ന യഹൂദ ക്രിസ്ത്യാനികൾ അവർ വിശ്വാസമൊക്കെ വിട്ട് അവർ വിട്ടുപോകുന്ന പഴയ മതകർമാചാരങ്ങളിലേക്ക് അല്ലെങ്കിൽ യഹൂദ മതകർമാചാരങ്ങളിലേക്ക് മടങ്ങിപ്പോയപ്പോൾ അവരെ തിരികെ വിശ്വാസത്തിലെത്തിക്കുവാൻ, അവരെ വിശ്വാസത്തെ നിലനിർത്തുവാൻ വേണ്ടി എഴുതപ്പെട്ട ഒരു ലേഖനമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. ഈ ലേഖനത്തിലെ ഈ വാക്യത്തിൽ രണ്ട് വിധ കൂട്ടരെ കുറിച്ച് പറയും. ഒന്ന്, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ. അപ്പൊ വിശ്വസിച്ചാൽ അവന് ജീവരക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അതായത് നിത്യമായ അവന്റെ ജീവൻ കർത്താവിനോടുകൂടെ മറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ നാളിൽ അത് വീണ്ടും അവനിലേക്ക് ജീവൻ വരും. കർത്താവിനെ വിശ്വസിച്ചിരിക്കുന്ന ഒരുത്തിൻ്റെയും ജീവൻ നഷ്ടപ്പെടുകയില്ല. മരണത്തിലൂടെ ജീവൻ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കർത്താവിനോടുകൂടെ വിശ്രമിക്കും. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കിൽ ആ ജീവൻ വീണ്ടും ശരീരത്തിലേക്ക് മടങ്ങി വന്ന് അവൻ പുതിയ ഉയർപ്പ് പ്രാപിക്കും. ഇതാണ് ഒരു ദൈവ പൈതലിന് സംഭവിക്കുന്നതായ കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നാം വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നു. എന്നാൽ കർത്താവിനെ വിശ്വസിക്കാത്തവൻ അവന്റെ ജീവൻ നിത്യനാശത്തിലേക്ക് പോവുകയാണ്. അവൻ മരിക്കുമ്പോൾ അവന്റെ ജീവൻ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെട്ട് അവൻ യാതനാ സ്ഥലത്തേക്ക് പോവുകയാണ്. പിന്നീട് നിത്യമാകുന്ന ശിക്ഷാവിധിയിലേക്കും അവൻ എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നാമോ അങ്ങനെ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. പിന്മാറുന്നവർ നാശത്തിലേക്ക് പോകുന്നു, എന്നാൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകും. എന്നാൽ ഒരു ദൈവ പൈതൽ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രയാകും. ഈ രാവിലെ സമയം നമ്മൾ ഈ ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. നാം വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണോ, അതോ നാശത്തിലേക്ക് പിന്മാറിപ്പോവാൻ ഒരുങ്ങി നിൽക്കുന്നവരുടെ കൂട്ടത്തിലാണോ? അത് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തരത്തിലുള്ള ഏതെങ്കിലും ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവപാദപീഠത്തിലായിരിക്കാം.
എന്നാൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായി തീർന്ന് വിശ്വാസികളായ നാം എന്തൊക്കെ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ എന്തൊക്കെ ചെയ്യുന്നവരായിരിക്കണമെന്ന് ചുരുക്കം ചില വാക്കുകളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ചിന്ത ഈ രാവിലെ സമയം നിങ്ങളുമായി പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരും ഓർത്ത കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ വചനം ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. അപ്പോൾ വിശ്വസിച്ച് ജീവിക്കുന്നവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഒന്നാമതായി, വിശ്വാസികൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. യാക്കോബിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഞാൻ വായിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരു മനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ ആകുന്നു. അപ്പോൾ ഒരുവൻ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായി തീർന്നാൽ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ അവൻ ഒന്നാമത് ചെയ്യേണ്ടതായ കാര്യം, അവൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. എന്താണ് വിശ്വാസം? എബ്രായർ 11:1 പറയുന്നു, വിശ്വാസം എന്നത് വാശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. അപ്പൊ കർത്താവിനെ അറിയുന്നവർ, കർത്താവിനെ വിശ്വസിക്കുന്നവർ, ഒന്നാമതായി അവൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവൻ ആയിരിക്കണം. അതാണ് അവിടെ പറയുന്നത്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, അവൻ ഒന്നും സംശയിക്കാതെ, സംശയ വിചാരങ്ങൾ പാടില്ല. കർത്താവിനെ സംശയിക്കേണ്ട ആവശ്യമില്ല. കർത്താവിനോട് നമ്മൾ യാചിച്ചാൽ യാചിക്കുന്നത് ലഭിക്കുമെന്നുള്ള പൂർണ്ണമായ ഉറപ്പ്, ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, നമ്മളിപ്പോൾ കാണുന്നില്ല കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പോൾ ആശിക്കുന്നതിൻ്റെ ഉറപ്പം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്ന അവിശ്വാസത്തോടുകൂടെ യാചിക്കണം. പിന്നെ യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞ സംശയിക്കുന്നു, അതിനെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ, സംശയിക്കുന്നവനെല്ലാം കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. അനേകർ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക്, അങ്ങോട്ട് വരില്ല ഇങ്ങോട്ട്, അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും. കടൽത്തിര ഒരിക്കലും അടങ്ങി ഒരിടത്ത് ഇരിക്കുകയില്ല, ഇങ്ങോട്ട് വരും. അപ്പം നമ്മൾ വിചാരിക്കും തിര ഇങ്ങോട്ട്, കടലിൻ്റെ തീരത്ത് നിന്ന് തിര ഇങ്ങോട്ട് വരും. കുറച്ച് കഴിയുമ്പോൾ അത് കടലിൻ്റെ തീരത്ത് വന്നിട്ട് കടൽ തീര പുറകോട്ട് പോകും. അപ്പം മുമ്പോട്ടും പോകും പുറകോട്ടും പോകും, മുമ്പോട്ടും പോകും പുറകോട്ടും പോകും. ഒരു സ്ഥിരതയില്ലാത്തതായ അനുഭവം. അപ്പം ദൈവസന്നിധി സംശയിക്കുന്നവരെല്ലാം കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. അപ്പൊ സംശയത്തോടുകൂടെ കർത്താവിനെയൊക്കെ സംശയിച്ച് സംശയത്തോടുകൂടെ പ്രാർത്ഥിച്ചാൽ അവൻ കർത്താവിങ്കിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് അവൻ നിരൂപിക്കരുത്, അവൻ ചിന്തിക്കുക പോലും ചെയ്യരുത് എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, ഇരുമനസ്സുള്ള മനുഷ്യൻ, ആ സംശയിക്കുന്നവൻ ഇരുമനസ്സുള്ള മനുഷ്യനാണ്. അവന്റെ വഴികളിലൊക്കെയും അവൻ അസ്ഥിരനായി മാറി, ഒരു സ്ഥിരതയില്ലാത്തവനായി തീർന്നിരിക്കും. നമ്മുടെ ജീവിതത്തിൽ സ്ഥിരതയുള്ളവരായി മാറണം. സ്ഥിരതയുള്ളവരാകണമെങ്കിൽ നമ്മൾ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. യാക്കോബ് അപ്പോസ്തലൻ പിന്നെയും നമുക്ക് 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ, നീതിമാന്റെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അതുപോലെ തന്നെ 15-ാമത്തെ 5:15 പറയുന്നത്, എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുന്നു. നോക്കണം, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നവന് മാത്രമേ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാൻ കഴിയൂ. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽത്തിരക്ക് സമനാണ്. എന്നാൽ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും
ആ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രോഗം മാറുക മാത്രമല്ല, അനേക രോഗികളെ കർത്താവ് സൗഖ്യമാക്കും. ദൈവത്തിന്റെ അത്ഭുതകരമേറിയ കരത്തിന്റെ പരിപാലനം നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് വിശ്വാസികളായി നാം ഒന്നാമതായി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരാകണം. രണ്ടാമതായി യൂദയുടെ ലേഖനം 3-ാമത്തെ വാക്യം വായിക്കും. യൂദയുടെ ലേഖനം 3-ാമത്തെ വാക്യം. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കും. 3-ാമത്തെ വാക്യമായി. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നം ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. രണ്ടാമതായി, ഒന്ന് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. 2, വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നവരായിരിക്കണം. അപ്പോൾ വിശ്വാസി വെറുതെ വിശ്വാസിയായിട്ട് നിന്നാൽ അന്ത്യത്തോളം പോകുവാനായിട്ട് സാധിക്കുകയില്ല. വിശ്വാസത്തിനെതിരെ പരിശോധനകളും പോരാട്ടങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആ വിശ്വാസത്തിന് വേണ്ടി പോരാടി നിൽക്കുന്നവനായിരിക്കണം. നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച് കളയുവാൻ പലതരത്തിലുള്ള തന്ത്രങ്ങളുമായിട്ട് പിശാച് അടുക്കൽ വരും. എന്നാൽ ആ തന്ത്രങ്ങളെയെല്ലാം മനസ്സിലാക്കി നമ്മൾ പോരാടി ജയിച്ചു നിൽക്കുന്നവർ ആയിരിക്കണം. നമ്മൾ പോരാടുമ്പോൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവ് നമ്മളോടുകൂടെ ഉണ്ടാകും എന്നുള്ളത് ഒരു സത്യമാണ്. എന്നാൽ നമ്മൾ വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നവർ ആയിരിക്കണം. അതാണ് യൂദയുടെ ലേഖനത്തിൽ പറയുന്നത്, വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന്. കാരണം ഈ വിശ്വാസം വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചതാണ്. എപ്പോഴും വന്നിട്ട് ഫലമേൽപ്പിക്കുകയില്ല. വിശ്വാസത്തിന് വേണ്ടി ഒരിക്കലായി കർത്താവ് ഫലമേൽപ്പിച്ച കാര്യമാണ്. ഈ വിശ്വാസത്തിന് വേണ്ടി ഞാനും നിങ്ങളും പോരാടേണ്ടത് ആവശ്യമാകും. നമുക്കറിയാം, പോരാട്ട ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്, കളിക്കളത്തിലല്ല. കളിക്കളത്തിൽ നിൽക്കുന്നവർക്ക് ഇന്നൊരു കളി തോറ്റാൽ നാളെ ഒരു കളി ജയിക്കാമെന്ന് പറയാം. എന്നാൽ പോരാട്ട ഭൂമിയിലായിരിക്കുന്ന ഒരു പടയാളി ഒരിക്കലും ഒരു പരാജയത്തെക്കുറിച്ച് ചിന്തിക്കുകയില്ല. അവനെപ്പോഴും അവന്റെ ചിന്ത ജയം മാത്രമാണ്. കാരണം അവനറിയാം, പോരാടി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ പരാജയം എന്നേക്കുമുള്ള അവന്റെ ജീവിത നഷ്ടത്തിന് കാരണമായി തീരുമെന്ന് ഒരു പടയാളിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അവർ വളരെ ജാഗ്രതയോടുകൂടെ, ശക്തനായി, ഉണർവോടുകൂടെ എതിരാളിയെ തറപറ്റിക്കുവാനുള്ള ഒരു വലിയ ജാഗ്രതയോടുകൂടി അവനായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി ഒരു പോരാട്ട ഭൂമിയിലാണ് ആയിരിക്കുന്നതെന്ന് നമ്മൾ ഇത് മനസ്സിലാക്കണം. അവിടെ വരുന്നതായ ഒരു പോരാട്ടത്തെക്കുറിച്ച് 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നമ്മുടെ എന്താണ് വിശ്വാസത്തിന് എതിരായി അന്ന് നേരിട്ട ഒരു പോരാട്ടം. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ കർത്താവ് നൽകി, എല്ലാ കൃപയാൽ നൽകി. ആ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി, ദൈവത്തിന്റെ കൃപയെ പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസാക്കി മാറ്റി, എന്നിട്ട് എന്ത് ചെയ്തു? ഏകനാഥന് നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന, നമ്മുടെ കർത്താവ് ഏകനാഥനാണ്, അവൻ നമ്മുടെ ഏക കർത്താവുമാണ്. യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ, യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന, യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ നിഷേധിക്കുന്ന, യേശുക്രിസ്തുവിനെ നാഥനായി അംഗീകരിക്കാത്ത അവരഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അങ്ങനെ നുഴഞ്ഞു കയറ്റക്കാർക്ക് ഒരു ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു എന്ന് യൂദ അവിടെ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വിശ്വാസികളായ നാം ഏകനാഥനായ ഏക കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സത്യോപദേശത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിച്ചു പോകരുത്. വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട്, വിശ്വാസ
വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരും വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നവരും ആയിരിക്കണം. അടുത്ത മൂന്നാമതായി 2 തീമോഥെയോസിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നത്. 2 തീമോഥെയോസിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. 4-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇവിടെ അടുത്ത് അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിത അവസാനത്തെ പറയുകയാണ്, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. നമ്മൾ വിശ്വാസം കാക്കുന്നവർ ആയിരിക്കണം. അവിടെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസം കാത്തു. താൻ വിശ്വസിക്കുക മാത്രമല്ല, വിശ്വാസം കാത്തു. ജീവിതത്തിന്റെ ഏത് കാലഘട്ടത്തിലായിരുന്നാലും നമ്മൾ വിശ്വാസം കാക്കുന്നവർ ആയിരിക്കണം. അവിടെ പറയും, ഞാൻ നല്ല പോർ പൊരുതു എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് വേണ്ടി പോർ പൊരുതു, സുവിശേഷത്തിനായി പോർ പൊരുതു എന്ന് നമുക്ക് കാണാം. നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. തനിക്ക് മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം തികച്ചു. ഈ ക്രിസ്തീയ ഓട്ടത്തിനൊരു പ്രത്യേകതയുള്ളത്, സ്പീഡിൽ ഓടി മിടുക്ക് കാണിക്കുന്നവർക്കല്ല കിരീടമുള്ളത്, മറിച്ച് നീ സാവധാനത്തിലൊക്കെ ഓടിയാൽ മതി, പക്ഷേ ഓട്ടം തികയ്ക്കണം. പകുതി വഴിയിൽ വെച്ച് ഓട്ടം നിർത്തരുത്. ചില ആൾക്കാരുണ്ട്, മാരത്തോൺ ഓട്ടത്തിനൊക്കെ പേര് കൊടുക്കും, ഭയങ്കര സ്പീഡിൽ ആദ്യം അങ്ങ് ഓടും. ഫിനിഷിംഗ് പോയിന്റ് അടുക്കാറാകുമ്പോഴത്തേന് പുള്ളി ആകെ തളർന്നു കുത്തി അവസാനം എവിടെയെങ്കിലും പോയി ഇരുന്ന്, കാരണം കിലോമീറ്ററുകൾ പിന്നെയും ഓടാനാണ്. ഇവൻ ആദ്യം അങ്ങ് സ്പീഡിൽ ഓടി തളർന്നുപോയി. എന്നാൽ യഥാർത്ഥ മാരത്തോൺ ഓട്ടക്കാരൻ ആദ്യമൊക്കെ ഓടി പതുക്കെ 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 ഓടി 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 ഫിനിഷിംഗ് പോയിന്റിൽ എത്താറാകുമ്പോൾ സ്പീഡ് കൂടും. അങ്ങനെ അവൻ തൻ്റെ ഓട്ടം പൂർത്തിയാക്കും. ഇതുപോലെ സ്പീഡിൽ ഓടി ഓട്ടം പൂർത്തിയാക്കുന്നത് പതുക്കെ ഓടിയാലും മതി, പക്ഷെ ഓട്ടം തികയ്ക്കണം. വഴിയിൽ വെച്ചിട്ടേച്ച് പോകരുത്, വഴിയിൽ വെച്ച് പിന്മാറിപ്പോകരുത്. പൗലോസ് അതാണ് ചെയ്തത്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, എൻ്റെ വിശ്വാസം കാത്തു. വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കും. ഇനി തനിക്കൊരു കിരീടം വെച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പൗലോസ് എന്ന് പറയുമ്പോൾ പൗലോസിന്റെ ചില ജീവിത സാഹചര്യങ്ങൾ കൂടെ ഞാൻ പെട്ടെന്നൊന്ന് ഓടിച്ചു പോകാം. നോക്കുക, അതിന്റെ 4-ാമത്തെ 2 തീമോഥെയോസ് 4:10 ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയ്ക്ക് പോയി. അപ്പോസ്തലനായ പൗലോസ് വിശ്വാസം കാത്ത ഒരു സാഹചര്യം, തന്നോടൊപ്പം നിന്ന ദേമാസ് അവൻ ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. അപ്പൊ കർത്താവിനെ വിശ്വസിച്ചവൻ, പൗലോസിനോട് കൂടെ നിന്നവൻ, ദേമാസ് എന്ന് പറയുന്ന ഒരുത്തൻ ലോകത്തെ സ്നേഹിച്ച് തെസ്സലോനിക്കയിലേക്ക് പോയി. അപ്പോഴും പൗലോസിന്റെ വിശ്വാസം ഒന്നും നഷ്ടപ്പെട്ടില്ല. കൂട്ടത്തിലുള്ളവൻ പെരുമാറിപ്പോയിട്ടും പൗലോസിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടില്ല. പൗലോസ് കർത്താവിനെ തന്നെ വിശ്വസിച്ച് വിശ്വാസം കാത്തു. അടുത്ത പിന്നെ ക്രിസ്തോസ് ഗലാത്യയ്ക്കും തീത്തോസ് ദൽമാത്യയ്ക്കും പോയി. വേറെയും 2 പേര് പൗലോസിനെ വിട്ടുപോയി. അപ്പോഴും പൗലോസ് തന്റെ വിശ്വാസം കാത്തു. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. തിഹിക്കോസിനെ ഞാൻ എഫെസോസിലേക്ക് അയച്ചിരിക്കുന്നു. ഞാൻ ത്രോവാസിൽ കാർപ്പോസിന്റെ പക്കൽ വെച്ചേച്ചു പോന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. അവിടെ തീമോഥെയോസിനോട് അവസാനം പറയുന്ന ഒരു കാര്യം, പൗലോസിന്റെ ആകപ്പാട് ജീവിത സമ്പാദ്യം എന്തൊക്കെയാണ് അവിടെ കാണുന്നത്? ഞാൻ ത്രോവാസ് കാർപ്പോസിന്റെ പക്കൽ വെച്ചേച്ചു പോകുന്ന പുതപ്പ്, ഒരു പുതപ്പ്, ശീതകാലത്തിലൊരു പുതപ്പ്, പിന്നെ വിശേഷ ചർമ്മലിഖിതങ്ങൾ. ഇന്നത്തെ പോലെ ഈ കടലാസ് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് അന്നത്തെ കാലത്തെ പുസ്തകങ്ങൾ എഴുതുന്നത് തോൽ ചുരുളുകളിലാണ്. അപ്പോൾ ആ പൗലോസ് ലേഖനം എഴുതി വെച്ച തോൽ ചുരുളുകൾ അല്ലെങ്കിൽ പഴയ നിയമ തിരുവെഴുത്തുകളായിരിക്കാം, എന്തൊക്കെയാണെങ്കിൽ ആ വിശേഷ ചർമ്മലിഖിതങ്ങളും പുസ്തകങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക എന്ന് പറയുന്നു. നോക്കണം, പൗലോസിന്റെ അപ്പന് റോമ പൗരത്വം
ഒത്തിരി കാശ് കൊടുത്ത് വാങ്ങുവാൻ ആസ്തിയുള്ള ഒരു വലിയ ധനികന്റെ മകനായിട്ടാണ് പൗലോസ് ജനിച്ചത്. പൗലോസ് അക്കാലത്ത് വളരെ ഒരു കപ്പൽ പ്രമാണിയുടെ ഒക്കെ മകനായിരുന്നു. ഒത്തിരി സമ്പത്തിന്റെ ഉടമയായി. പക്ഷേ താനതെല്ലാം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെലവിടുകയും ചെലവായി പോയി. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത് ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യും. തൻ്റെ സമ്പത്ത് മുഴുവനും താൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെലവഴി. ജീവിതത്തിന്റെ അവസാനം വന്നപ്പോൾ പൗലോസിന് ആകപ്പാടെ ഉണ്ടായിരുന്ന സമ്പാദ്യം ഒരു പുതപ്പ് മാത്രമായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തം. ഇന്ന് അങ്ങനെയുള്ള അത്തരം ത്യാഗപ്രവൃത്തികളൊന്നും ചെയ്യുവാൻ ആരും തന്നെ തയ്യാറാകുന്നു. പൗലോസിന്റെ ജീവിതത്തിലെ സമ്പാദ്യമെല്ലാം തന്നെ ജീവിതാവസാനം വന്നപ്പോൾ നഷ്ടപ്പെട്ടു. യഥാർത്ഥത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിത്തീർന്നവർ അങ്ങനെയാണ്. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നപ്പോഴും ഒരു തുണികൾ ചുറ്റപ്പെട്ടവനായി പശുത്തൊട്ടി കിടത്തി എന്നാണ്. കർത്താവ് പോയപ്പോഴും ഒന്നും കൊണ്ടുപോയില്ല. എന്നാൽ താൻ ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ തനിക്ക് ജീവിതത്തിന് വേണ്ടതായ കാര്യങ്ങളെല്ലാം ഉണ്ടായി. ലോകത്ത് പോയപ്പോൾ വാടകയ്ക്കെടുത്ത ശവക്കല്ലറയിലാണ് അടക്കം ചെയ്യപ്പെട്ടത്. അപ്പോൾ പൗലോസിന്റെ ജീവിതത്തിലെ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു. അടുത്ത പിന്നെ പൗലോസിന്റെ ജീവിതത്തിൽ അതിന്റെ 2 തീമോഥെയോസ് 4:14 ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. ഒരു ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടറാണ് പൗലോസിനോട് കൂടെ നടന്നു. അവൻ ദോഷം ചെയ്തു. അപ്പൊ ഒരുത്തൻ ലോകത്തെ സ്നേഹിച്ചു പോയി. അപ്പൊ കൂട്ടത്തിലുണ്ടായിരുന്ന ലോകത്തെ സ്നേഹിച്ചു വിട്ടുപോയി. അടുത്ത തന്റെ സമ്പാദ്യം നഷ്ടപ്പെട്ടു. മാത്രമല്ല ഒരു ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ വളരെ ദ്രോഹം ചെയ്തു. അടുത്ത എൻ്റെ 16-ാമത്തെ വാക്യത്തിൽ എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണന്നതില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. പൗലോസിനെ എല്ലാവരും കൈവിട്ടു. ജീവിതത്തിന്റെ അവസാന നാളുകൾ വന്നപ്പോൾ എല്ലാവരും കൈവിട്ടു. എന്ന കർത്താവോ എനിക്ക് തുണ നിന്നു എന്ന് പൗലോസ് പറയുകയാണ്. അപ്പൊ കൂട്ടത്തിലുണ്ടായിരുന്നവരെല്ലാം വിട്ടുപോയി, സമ്പത്ത് നഷ്ടപ്പെട്ടു. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ തനിക്ക് ദ്രോഹം ചെയ്തു. മാത്രമല്ല തൻ്റെ പ്രതിവാദങ്ങളിൽ കേസിൽ എല്ലാവരും തന്നെ കൈവിട്ടു. പക്ഷെ ഈ സാഹചര്യങ്ങളിൽ പോലും പൗലോസ് പറയുന്നത് ഞാൻ നല്ല പോർപോലൊരു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. പ്രിയമുള്ളവരെ, നമ്മുടെ നാകുന്ന ജീവിതത്തിലും വിശ്വാസ ജീവിത യാത്രയിൽ ഇതുപോലെയുള്ള പല പ്രതിസന്ധികൾ നേരിടുമ്പോഴും ഞാൻ നിങ്ങളുടെ പൗലോസിനെ പോലെ വിശ്വാസ കാക്കുന്നവരായിരിക്കണം. വിശ്വാസത്തെ വിട്ടുഴന്നു പോകുന്നവരാകരുത്. നമ്മൾ വിശ്വാസത്തിന് വേണ്ടി നിലനിന്നുകൊണ്ട് വിശ്വാസം കാക്കുന്നവരായിരിക്കണം. അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അടുത്ത അവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമി തങ്ങൾ അന്യര് പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. നമ്മുടെ മരണം വിശ്വാസത്തിൽ തന്നെ ആയിരിക്കണം. അപ്പൊ നമ്മുടെ ചിന്തിച്ച കാര്യങ്ങളൊന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. 2 വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നവരായിരിക്കണം. 3 വിശ്വാസം കാക്കുന്നവരായിരിക്കണം. 4 വിശ്വാസത്തിൽ മരിക്കുന്നവരായിരിക്കും. നമ്മുടെ അവസാന ശ്വാസം നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന അവസരം വരെയും നമ്മൾ വിശ്വാസത്തിൽ ഉള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവരാണ് വിശ്വാസത്തിൽ മരിക്കുന്നവർ. വിശ്വാസത്തിൽ മരിക്കുന്നവരെല്ലാം എന്ത് ചെയ്തു? അവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ, ഒരുപാട് വാഗ്ദത്തങ്ങൾ ഒരുപക്ഷെ ലോകത്തിൽ അവർ കേട്ടു, പക്ഷെ അവർ വാഗ്ദത്തത്തിന്റെ നിവർത്തി ഈ ലോകത്തിൽ വെച്ച് പ്രാപിച്ചില്ല. ചില വാഗ്ദത്തങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് നമ്മുടെ മരണശേഷമായിരിക്കുക നമ്മളിൽ നിവർത്തിയാകും. ഉദാഹരണമായി മോശയോട് ദൈവം പറഞ്ഞു കനാൻ ദേശം കാണുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവിടേക്ക് പോകാനാണ് മോശയെ ദൈവം വിളിച്ചത്. പക്ഷെ മോശയ്ക്ക് തൻ്റെ ജീവിതകാലത്ത് കനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. താൻ ദൂരത്ത് നിന്ന് പിസ്ക കൊടുമുടിയുടെ
മുകളിൽ നിന്നുകൊണ്ട് കനാൻ ദേശം ദൂരത്ത് നിന്ന് കണ്ട് അവിടെ വെച്ച് മോശ മരിക്കുകയുണ്ടായി. എന്നാൽ മോശ കനാൻ ദേശത്തെ കാലുകുത്തി എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ച് കുറെ നാളുകൾ കഴിഞ്ഞ് മറുരൂപമലയിൽ വെച്ച് മോശയും ഏലിയാവും എല്ലാം ആ യേശുവിനോട് സംസാരിക്കുവാൻ ഇറങ്ങി വന്ന ഒരു കാഴ്ച ശിഷ്യന്മാർ കണ്ടു. മോശയുടെ മരണത്തിന് ശേഷം വർഷങ്ങൾക്കപ്പുറം ഇതാ കനാൻ ദേശത്ത് മറുരൂപമലയിൽ മോശക്ക് വന്ന് കാലുകുത്തുകയാണ്. എന്നാൽ മോശയുടെ യഥാർത്ഥമായ മരണസമയത്ത് തനിക്ക് ലോകപ്രകാരമുള്ള ആ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അനേക ഭക്തന്മാരും അതുപോലെയാണ്. ലോകത്തിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല എന്നിരിക്കും. എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു. അവരുടെ വാഗ്ദത്ത നിവൃത്തികളെ കണ്ട് വിശ്വാസ കണ്ണുകളാൽ കണ്ട് അതിനെ അഭിവന്ദിച്ചു. അവര് പറഞ്ഞു, ഞങ്ങളുടെ ഭൂമിയിൽ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, നമ്മളെല്ലാവരും അന്യരും പരദേശികളുമാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അവർ വിശ്വാസത്തിൽ മരിച്ചു. അപ്പോൾ വിശ്വാസത്തിൽ മരിക്കുന്നവരായി മാറും. അപ്പൊ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരാകണം, വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നവരാകണം, വിശ്വാസം കാത്തുകൊള്ളുന്നവരായിരിക്കണം, വിശ്വാസത്തിൽ മരിക്കുന്നവരായി മാറണം. അതാണ് യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണം. അങ്ങനെ ഒരു വിശ്വാസിയായി നമ്മൾ ജീവരക്ഷ പ്രാപിച്ചുകൊണ്ട് നിലനിൽക്കണം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമുക്ക് വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് ജീവരക്ഷ പ്രാപിക്കുന്നവരായി മാറുന്നു. നമ്മളിവിടെ അന്യര് പരദേശികളുമാണെന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കട്ടെ. നമുക്കിവിടെ നിലനിൽക്കുന്ന ഒരു നഗരമില്ല എന്ന് നാം മനസ്സിലാക്കട്ടെ. നമ്മൾ കാണുന്നതിനെയല്ല, കാണാത്ത നിത്യമാകുന്ന രാജ്യത്തിനു വേണ്ടി ഞാൻ നിങ്ങൾ ഒരുക്കമുള്ളവരായി മാറട്ടെ. എന്നാൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ് ഇന്ന് പകൽക്കാലം ജീവിക്കുന്നു. നമ്മൾക്ക് ആ വിശ്വാസത്തിൽ നിലനിൽക്കാം. വിശ്വാസികളായ നാം വിശ്വാസത്തിന് വേണ്ടി പോരാടി വിശ്വാസം കാത്ത് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് അവസാനം നമ്മൾ വിശ്വാസത്തിൽ മരിച്ച് കർത്താവിനോടുകൂടെ നിത്യതയിലെത്തുവാൻ നമുക്ക് പോരാടാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കരുണാസമ്പന്ന നിത്യ നീതിമാനുമായ സ്വർഗീയ പിതാവേ, വചനോസാക്ഷ്യം എന്ന പ്രോഗ്രാമിലൂടെ ഇന്ന് പകൽക്കാലം കർത്താവ് ഈ ദൈവവചന സന്ദേശം ശ്രദ്ധിച്ച് എല്ലാവരെയും കർത്താവ് നിന്ന് അനുഗ്രഹിച്ചാട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവരെ കർത്താവ് സൗഖ്യമാക്കണമേ. കർത്താവിന്റെ വലിയ നന്മകൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ അവിടെ നിന്ന് ഒരുക്കി സഹായിക്കണം. ദൈവിക അനുഗ്രഹങ്ങളുടെ കലവറ അവിടെ തുറക്കും. എല്ലാ നന്മകളും നൽകി മാനിച്ചാട്ടെ. ഈ മിനിസ്ട്രിയെ കർത്താവ് വിശാലപ്പെടുത്തുമാറാകണമേ. അനേകർ കർത്താവിനെ അറിയുവാൻ തക്കവണ്ണം കർത്താവെ ഈ ശുശ്രൂഷകൾ മുഖാന്തരം ഇടയാകട്ടെ. കർത്താവിന്റെ വലിയ നന്മകളെല്ലാം ഒരുക്കി മാനിക്കുന്നതേക്ക് സ്തുതി സ്ഥലത്തിലും അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിന്റെ ബലനാമത്തിൽ തന്നെ ആമേൻ. ദൈവമായ കർത്താവ് ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുഭദിനം ആശംസിക്കുന്നു.